അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ബീർ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോണത്. ബീർ ചിക്കൻ ഒരു ചുവന്ന കളറായിട്ടുണ്ട്, ബീറിൽ മുക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നത്. വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ബീർ ചിക്കനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇത് ദയവ് ചെയ്തിട്ട് ആരും അനുകരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ബിയർ എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ കാറ്റഗറി വരുന്ന സാധനമാണ്. ആൽക്കഹോൾ കണ്ടൻറ്റ് കുറവാണെങ്കിലും മദ്യത്തിൻ്റെ കാറ്റഗറി തന്നെ വരുന്ന സാധനമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇതാരും അനുകരിക്കരുത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം. ചിക്കൻ്റെ ചോരമയൊക്കെ പോകുന്ന രൂപത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ചിക്കൻ. ഇതിൻ്റെ ചോരമയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആഴത്തിൽ വരയിട്ട് കൊടുക്കണം. ഇതിൽ ഈ കാണുന്ന പോലെ വരയിട്ട് കൊടുക്കാം. ശരിക്കും ഈ വരട്ട് കൊടുത്താൽ അതിൻ്റെ മസാലയും പിന്നെ ബീറൊക്കെ അകത്തേക്ക് കയറി കിട്ടുള്ളൂ ശരിക്കും. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ ആഴത്തിൽ വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ മാറ്റണം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കായിട്ട്. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും പോകുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ബീർ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോണേ. ഇതിൽ കറക്റ്റ് മുങ്ങി കിടക്കുന്ന വിധത്തിൽ നമ്മൾ ഒഴിക്കാൻ പോണേ. കൂട്ടുകാരെ, നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, മല്ലിയിലെല്ലാം കൂടി ചേർത്ത് ബീറിൽ മുക്കി വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ നേരം നമുക്കിതിൽ മുക്കി വെക്കണം, എന്നാലേ ഇതൊന്ന് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം 1 മണിക്കൂർ സമയമായിട്ടുണ്ട് നമ്മളെ ചിക്കൻ ബീറിൽ മുക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അത് ബീറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ മാവ് കലക്കേണ്ടതാണ്. ആ ഉപയോഗിച്ച് ബീറിൽ തന്നെ ഇതിൻ്റെ മാവ് കലക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിതിൻ്റെ മാവ് റെഡിയാക്കാൻ പോണേ. ഈ ബീറിലേക്കായിട്ട് നമ്മൾ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീറിൽ മുക്കി വെച്ച സമയത്ത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലൊരു 100 ഗ്രാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. തീരെ കട്ടയില്ലാതെ വേണം കിട്ടാനായിട്ട്. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചിക്കനിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന പോലെ ഈ വരഞ്ഞ ഭാഗത്തൊക്കെ ശരിക്ക് കയറുന്ന വിധത്തിൽ നമ്മൾ
അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിയർ ചിക്കൻ ഒരു ചുവന്ന കളറായിട്ടുണ്ട്. ബിയറിൽ മുക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് ബാലൻസ് ഉണ്ടായിരുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന ബീഫ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ബിയർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, കഴിച്ചു നോക്കാം. നമുക്ക് കഴിച്ചു നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. സവാള ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് തക്കാളി ഇതിൻ്റെ മേലെ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിയർ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മളിത് ബിയർ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. കഴിച്ചു നോക്ക്. സൂപ്പറായിട്ട്, ഒന്നും പറയാനില്ല. ടേസ്റ്റ് കൂട്ടുകാരെ, അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഇനി എന്താണെന്നറിയില്ല, ബിയറിൽ മുക്കിയതാണോന്ന് അറിയില്ല. എന്തായാലും വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ബിയർ എന്ന് പറയുന്ന ആൽക്കഹോളാണ്, ശരീരത്തിന് ദോഷമുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും സാധനം സൂപ്പറാണ്. നമ്മൾ ചിക്കൻ്റെ പല വെറൈറ്റികളും കഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റാണ് ഈ ബിയർ ചിക്കൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.